ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടി നമ്മൾ ദശമസ്കന്ധമാണ് അനുസന്ധാനം ചെയ്യുന്നത്. ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള ബാലലീല. ഈ ബാലലീലയിലൂടെ എന്താണ് അവിടുന്ന് പറയുന്നത്? നിരോധം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ഏതാണ് നിരോധം? നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലുള്ള ആസക്തിയൊക്കെ മാറ്റി നമ്മളെ യഥാർത്ഥമായിട്ടുള്ള ശുദ്ധഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഓടി എത്തിക്കും. അതാണ് ബാലലീലയുടെ ഏറ്റവും വലിയ മഹത്വം. അതാണ് കുട്ടികളുടെ രീതി. എന്താണ്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്കരാണ് അവര്, അല്ലെ? അവരുടെ കളികൾ കണ്ടാൽ മതി. നമുക്കൊക്കെ ഈ ഭഗവാന്റെ ബാലലീലയെക്കാളും ഒക്കെ കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്ന എവിടെയാണ്? നമ്മളുടെ പേരക്കുട്ടികളോ നമ്മളുടെ കുട്ടികളുടെ അവരുടെയോ കുട്ടിക്കാലം ആസ്വദിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കും. അപ്പോ അവരിലൂടെ നമുക്ക് ആ കണ്ണനെ കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ എന്താണ് ഉണ്ടാകുന്നത്? അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ആനന്ദം, അല്ലെ? നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. കൊച്ചുകുട്ടികളുടെ കൗതുകമായിട്ടുള്ള അവരുടെ ഓരോരോ, അല്ലെ, നടത്തങ്ങളും ഇരുത്തങ്ങളും അവരുടെ കുസൃതികളും കണ്ട് നമ്മൾ ആനന്ദിക്കും. ഇതേ ഒരു ആനന്ദമാണ് യഥാർത്ഥത്തില് ഭഗവാന്റെ ആ കുട്ടിത്തം കാണുമ്പോൾ അത് കൂടുതൽ നമ്മളുടെ എല്ലാവർക്കും ഒരുപോലെ ആനന്ദിക്കാൻ സാധിക്കും. ഏത്? കുട്ടികൾക്ക് മുതല്, അല്ലെ, വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് വരെ കണ്ണൻ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്പെഷ്യലാണ്, അല്ലെ? അങ്ങനെയുള്ള ആ കണ്ണന്റെ ബാലലീലയിലൂടെ നമ്മൾ പോകുന്നു. ഇപ്പോ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? 11-ാമത്തെ അധ്യായത്തില്, അല്ലെ, ആ പഴക്കച്ചവടക്കാരി വന്ന് ധാരാളം കൊടുത്ത നെൽമണികളൊക്കെ രത്നങ്ങളായിട്ട് മാറി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം കണ്ണന്റെ ഒരു കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ രീതിയിൽ അവിടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണ മനോഭാവത്തോടു കൂടിയാണ് കണ്ണൻ ആ പഴങ്ങൾ കൊടുത്തത്. അവരവിടെ കച്ചവട മനസ്ഥിതി അല്ലായിരുന്നു. ആ ഒരൊറ്റ മനസ്സിന്റെ ഭാവങ്ങൾക്കനുസരിച്ചാണ് പിന്നെ ആ അമ്മയ്ക്ക് പിന്നീട് അവിടുന്ന് പഴം വിറ്റുകൊണ്ട് നടക്കേണ്ട ഒരു ഗതികേട് വന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള രത്നങ്ങളാണ് ഭഗവാൻ, കോടികൾ മതിക്കുന്നതായിട്ടുള്ള രത്നങ്ങളാണ് ഭഗവാൻ ആ അമ്മയ്ക്ക് കൊടുത്തത്. അപ്പം നമുക്കൊക്കെ അതും ആ കോടികൾ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ. പിന്നെന്താണ്? ഇനി ഇതുകൊണ്ട് ഈ ഒരു ധർമ്മത്തെ ലോകം മുഴുവൻ പരത്തുവാൻ വേണ്ടിയിട്ട്, ധർമ്മത്തിന് വേണ്ടിയിട്ടായിട്ടുള്ള പൈസയായിട്ട് അതിനെ സ്വീകരിക്കണം. അങ്ങനെയുള്ളൂ മഹത്തുക്കൾ ചെയ്യുള്ളൂ. അവിടെ ഈ ഒരു ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. എത്ര പണം നമ്മളുടെ കയ്യിൽ വന്നോട്ടെ, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്തേ പേടിക്കുന്നത്? യഥാർത്ഥത്തില് നമ്മളുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇതൊക്കെ ലോകത്തിന്റെ മുഴുവൻ പണമാണെന്ന് നമുക്ക് വിചാരിച്ചാൽ പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? കള്ളന്മാർ എടുത്തോണ്ട് പോയാൽ കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം ആ ഒരു ഭാവത്തിനാണ് ഭഗവാൻ അവിടെ കൊടുത്തത്. എന്തായാലും നമുക്കിനി വീണ്ടും ഇപ്പോ വൃന്ദാവനത്തിലേക്ക് എല്ലാവരും കൂടി താമസം മാറ്റി അങ്ങനെ വൃന്ദാവനത്തിൽ ചെന്നുള്ള കളികളാണ് ഇനി വൃന്ദാവന ലീല. ഈ ദശമസ്കന്ധം 3-4 ലീലകളായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ആദ്യം മധുരാലീല, പിന്നെ അമ്പാടി ലീല, ഇനി വൃന്ദാവന ലീല. വൃന്ദാവന ലീല അങ്ങോട്ട് കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലോ പിന്നീട് വീണ്ടും മധുരയിലേക്ക് ചെല്ലും, അല്ലെ? മധുരയിൽ നിന്ന് പിന്നെ വീണ്ടും ദ്വാരകാലീല, അല്ലെ? ഇങ്ങനെ 4 ഘട്ടങ്ങളായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഭഗവാന്റെ ആ ബാല്യം, അല്ലെ, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നുള്ള അവസ്ഥകളൊക്കെ. എന്തായാലും നമുക്ക് ആ വൃന്ദാവനത്തിലേക്ക് ഒന്ന് യാത്രയാകാം. അവിടെ എന്തായി? ശ്രീ ശൂബ്രഹ്മർഷി പറയാണ്, ക്വചിത് വിനാശായ മനോദധദ്വ്രജാൽ പ്രാതസമുദ്ധായ വയസ്യ വത്സപാൻ പ്രബോധയൻ ശൃംഗരവേണ ചാരുണ വിനിർഗതോ വത്സ പുരസ്സരോഹരി. അവിടെ വൃന്ദാവനത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും ഉണ്ടാകുന്ന ഗോപന്മാരുടെയൊക്കെ ആനന്ദം. അവരെന്താണ് തീരുമാനിച്ചത്? വൃന്ദാവനത്തില് ചെന്ന് ആ വനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം ചെയ്യാം. അതിന് ഉള്ള ഒരു തീരുമാനം രാമകൃഷ്ണന്മാരും ഗോപന്മാരും ഒക്കെ കൂടി തീരുമാനിച്ചു. അങ്ങനെ ക്വചിത് വിനാശായ മനോദധദ്വ്രജ പ്രാതസമുദ്ധായ വയസ്യ വത്സവാൻ. അതായത് രാവിലെ നേരത്തെ എഴുന്നേറ്റു കണ്ണൻ. എന്നിട്ട് തന്റെ
പ്രബോധയെ ശൃംഗരവേണ ചാരുണ. കയ്യിലുള്ള ആ ഒരു കാളക്കൊമ്പ്, ആ കൊമ്പ് കൊണ്ട്, ആ കൊമ്പ് ഊതിക്കൊണ്ട് കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരെ ഒക്കെ എല്ലാവരെയും ഉണർത്തി, എന്നിട്ടോ അവരോട് ഒന്നിച്ചുകൊണ്ട് നേരത്തെ അവിടുന്ന് കളിക്കുവാൻ വേണ്ടിയിട്ട് പശുക്കളെ പാലിക്കുവാൻ വേണ്ടിയിട്ട് പശുക്കളെയൊക്കെ തയ്യാറായി. വിനിർഗതോ വത്സപുരസ്സരോഹരി, അവരോടൊന്നിച്ച് അവിടെ ആ സങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ട് ആ പൈക്കുട്ടികളെയൊക്കെ മുൻപേ നടത്തിക്കൊണ്ട് അവരെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ കൊമ്പുവിളി കേട്ട് ഉണർന്നതായിട്ടുള്ള ആയിരക്കണക്കിന്, അതിൽ കൂടുതൽ ആയിരക്കണക്കിന് ഗോപന്മാര് എന്ന് വേണം പറയാൻ. അങ്ങനെയാണ് പറയുന്നത് ഭാഗവതത്തിലൊക്കെ, ആയിരക്കണക്കിന് ഗോപന്മാരാണ്. എന്നിട്ടോ ആ അവരുടെ ഗോപന്മാരുടെ കൂടെ തന്നെ ആയിരക്കണക്കിന് പശുക്കൾ. ഈ ആയിരക്കണക്കിന് എന്നൊക്കെ പറഞ്ഞാല് ധാരാളം ആൾക്കാരാണെന്ന് അർത്ഥം. ഭഗവാന്റെ ലീലകളെ ആസ്വദിക്കുവാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് വരാൻ ആർക്കാ കൊതിയില്ലാതെ ഉള്ളത്. അതുകൊണ്ട് അവിടെയുള്ള ഗോപന്മാരെന്ന് നമ്മൾ ഉദ്ദേശിക്കും 5ഉം 6ഉം വയസ്സുള്ള ആൾക്കാരാണ്. അങ്ങനെയല്ല, 90 വയസ്സായിട്ടുള്ളവർ വരെ കണ്ണന്റെ കൂടെ കളിക്കാൻ വേണ്ടി വരും അവിടെ. ഗോപന്മാരെന്ന് പറഞ്ഞാല് ഗോപികളാണെങ്കിലും അതെ, എത്ര 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 വയോവൃദ്ധന്മാരായി കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണന്റെ അടുത്ത് യാതൊരുവിധ, അല്ലെ, അവിടെ കണ്ണന്റെ അടുത്തേക്ക് എത്തുമ്പോ എന്തായി? കാരണം തന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന കണ്ണനാണ്. കണ്ണൻ ഇപ്പൊ എത്ര വയസ്സായി? കണ്ണന് 3 വയസ്സ്. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ കണ്ണനെ 3 വയസ്സുള്ള കണ്ണനെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് എത്ര വയസ്സായി? 3 വയസ്സ്. ഇങ്ങനെയാണ് അല്ലെ, നമ്മളൊക്കെ അങ്ങനെയല്ലേ കുട്ടികളോട് സംസാരിക്കാറ്? അല്ലെ, ഓരോ അവരുടെ ഭാഷയിലേക്ക് നമ്മൾ അവരോട് സംസാരിക്കും. കുഞ്ഞേ, കുട്ട, ഇങ്ങനെ നീട്ടിയും കുറുക്കിയും ഒക്കെ അവരുടെ ഭാഷ എങ്ങനെയാണോ അവർക്ക് മനസ്സിലാകുന്നത് അതേ രീതിയിലാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ആ കണ്ണനാണ് ഓരോ ഗോപന്മാരുടെയും ഉള്ളിൽ ഉള്ളത്. അതുകൊണ്ട് ആ കണ്ണൻ ഒന്ന് കുഴൽ ഊതിക്കഴിഞ്ഞാല് ഏത് ഗോപന്മാരാണെങ്കിലും അവിടെ ഓടിയെത്തും. അവരും അവരുടേതായിട്ടുള്ള പൈക്കുട്ടികളെയൊക്കെ അവരും കൊണ്ടുവന്നു. എല്ലാവരെയും കൊണ്ടുവന്ന് ആ മുമ്പേ നടത്തിക്കൊണ്ട് കയ്യിൽ അമ്മ കൊടുത്തു വിട്ടതായിട്ടുള്ള സ്വാൻ സ്വാൻ സഹസ്രോപരി സംഖ്യന്വിതാൻ വത്സാൻ പുരസ്കൃത്യ വിനിർയയുർമുദ സ്നിഗ്ധാ സുശുക് വേത്ര വിഷാണവേണവ. സുശിക് വേത്ര വിഷാണവേണവ, അതായത് ഉറി, നല്ലൊരു ഉറി എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണങ്ങളൊക്കെ നിറച്ചു വെച്ചതായിട്ടുള്ള ഒരു പാത്രം, ഒരു പാത്രത്തില് അത് നിറച്ച് 2 ഭാഗത്തായിട്ടിട്ട് ഇങ്ങനെ ഒരു വടി ഇങ്ങനെ വെക്കും. ഈ തണ്ടിൽ ഒരു വടി വെച്ചാൽ 2 വടിയിലും ഇങ്ങനെ തൂക്കിയിടും ഈ ഉറികള്, ആഹാരം കൊണ്ടുവരുന്നതൊക്കെ. എന്നിട്ടോ അതുപോലെ തന്നെ വേത്ര വിഷാണ വേണവ, അതുപോലെ തന്നെ വടി, ഈ പശുക്കളെ ഓടിക്കുവാനായിട്ടുള്ള വടി, കൊമ്പ്, ആ ഓടക്കുഴല്, ഇവയൊക്കെ അവര് എടുത്തുകൊണ്ട് എല്ലാവരും ആ ശ്രീകൃഷ്ണന്റെ ഒപ്പം അവിടുന്ന് യാത്രയായി എന്ന് പറയാണ്. അങ്ങനെ അവിടെ എണ്ണിയാൽ തീരാത്തതായിട്ടുള്ള പൈക്കുട്ടകളോടൊപ്പം പല വിധത്തിലുള്ള ഇടകലർത്തി, അല്ലെ, ആ പല കറുത്ത പശു, വെളുത്ത പശു, ഗോപിക്കുറിയുള്ള പശു, ഇതൊക്കെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തെ പോലും സൃഷ്ടിച്ചതായിട്ടുള്ള ഭഗവാന് വേർതിരിച്ചറിയാൻ വ്യത്യാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? അവിടെ ഇല്ല. അങ്ങനെയുള്ള ആ എല്ലാവരുടെയും പശുക്കളെയൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടി വലിയ ഒരു സംഘമായിക്കൊണ്ട് മേച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള കളികളൊക്കെ അവിടെ കൃഷ്ണവത്സൈരസംഖ്യാതൈയൂഥീകൃത്യ സ്വവത്സകാൻ ചാരയന്തോഭ ലീലാഭിർവിജഹൃസ്തത്ര തത്ര. പിന്നെ അവരുടേതായിട്ടുള്ള ഓരോരോ കളികള് ആ പശുക്കുട്ടികളെയൊക്കെ മേയ്ക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവര് ഗംഭീരമായിട്ട് അവരുടെ കളികളിലേക്ക് കടന്നു. എന്നിട്ടോ അവിടെ എല്ലാം ഫലപ്രവാളസ്തപകസുമനപിച്ഛദാതുഭി കാജഹുജാമണി സ്വർണഭൂഷിതാപ്യഭൂഷയൻ. പല വിധത്തിലുള്ള രത്നങ്ങള്, പവിഴം, കുന്നിക്കുരു, പിന്നെയോ അതുപോലെ തന്നെ രത്നങ്ങള്, സ്വർണം, ഇങ്ങനെ ഉള്ള ലോഹങ്ങളെ കൊണ്ടൊക്കെ നിർമ്മിച്ചതായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ അവര് അണിഞ്ഞിരിക്കുന്നു. മുഷ്ണന്തോന്യോന്യശിക്യാദീൻ ജ്ഞാതാൻ ആരാച്ച ജിക്ഷിപോ തത്രത്യാശ പുനർദൂരാ ദസന്ദർശ പുനർദൂ. എന്നിട്ടോ അവര് എന്നാൽ ഈ യശോദാമയും രോഹിണിയും ഒക്കെ ഭംഗിയായിട്ട് അലങ്കരിച്ച്
ആ പൊട്ടിന് ചേർന്നതായിട്ടുള്ള മകരകുണ്ടലം, ആ മകരകുണ്ടലത്തിന് ചേർന്നതായിട്ടുള്ള തോൽവള, ആ തോൽവളക്ക് ചേർന്നതായിട്ടുള്ള ആ എന്താണ് മാല, ഇങ്ങനെ രത്നങ്ങളെ കൊണ്ടും ഈ വിലയേറിയതായിട്ടുള്ള ആഭരണങ്ങളെ ഒക്കെ കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഭഗവാൻ? ഭഗവാൻ ഇതെല്ലാം അവിടെ അഴിച്ചു വെക്കും. എന്നിട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാല് അവിടെയുള്ള ആ വനത്തിലുള്ള കായ്കള്, തളിരുകള്, പൂക്കള്, അതുപോലെ തന്നെ മയിൽപ്പീലികള്, മനയോല, ഇങ്ങനെ അതുകൊണ്ടൊക്കെ ആ കാട്ടിലുള്ള ഏറ്റവും അല്ലെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വൃന്ദാവനത്തിലെ ആ തളിരുകളും ആ പൂക്കളും ആ കായ്ക്കളും ആ മയിൽപ്പീലിയും മനയോലയും ഒക്കെ, ധാതുക്കളായിട്ടുള്ള മനയോല, ഇതൊക്കെയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കുന്നതായിട്ടുള്ളത്. അപ്പം അമ്മ കൊടുത്തതായിട്ടുള്ള ആഭരണങ്ങളൊക്കെ അവിടെ അയച്ചു വെക്കും. എന്നിട്ട് ഈ തളിരുകളെ കൊണ്ട്, കർണികാര പുഷ്പങ്ങളെ കൊണ്ടൊക്കെ ഗംഭീരമായിട്ട് അവിടുന്ന് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് പിന്നീടോ അവിടുന്ന് പറയും തത്ര തത്രാശ്ച പുനർദൂരാധസന്തശ്ച പുനർദൂ. അവിടെ ഓരോരുത്തർ വന്നതായിട്ടുള്ള ഉറികളൊക്കെ നോക്കും ഭഗവാൻ ചെന്ന്. രാമകൃഷ്ണന്മാര് ചെന്ന് നോക്കും ഓരോരുത്തരും അമ്മ കൊടുത്തുവിട്ടിട്ടുള്ള ആഹാരം എന്തൊക്കെയാണെന്ന്. എന്നിട്ട് ഈ ഉറി കാണാതിരിക്കുവാൻ ഓരോ ഗോപന്മാരെയൊക്കെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഉറി എന്ത് ചെയ്യും? ആ ഉറികളൊക്കെ പരസ്പരം ഒളിച്ചു വെക്കും. ഇങ്ങനെ ഒളിച്ചു വെക്കുമ്പോഴത്തേക്കും എപ്പോഴാ ഇനി അല്ല കുട്ടികളാകുമ്പോ അങ്ങനെയാണല്ലോ അല്ലെ, ആഹാരത്തെ കുറിച്ചുള്ള ചിന്തയായിരിക്കുമല്ലോ, വിശപ്പിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കുമല്ലോ. അപ്പം തന്റെ ഉറി കാണുന്നില്ല എന്ന് പറഞ്ഞ് കരയും ഏതെങ്കിലും ഒരു ഗോപൻ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെന്ത് ചെയ്യും? അത് ഒളിപ്പിച്ച് 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 എവിടെയെങ്കിലും ഒക്കെ കൊടുത്ത് ഇങ്ങനെ പരസ്പരം അല്ലെ ആ ദൂരോട്ടൊക്കെ കൊണ്ട് മാറ്റി വെച്ച് അങ്ങനെ അവസാനം എന്ത് ചെയ്യും? ഇത് അങ്ങോട്ട് കരച്ചിലങ്ങോട്ട് മൂർധന്യ അവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ആ ഉറി കൊണ്ട് ആ ഗോപന്റെ അടുത്തേക്ക് കൊടുക്കും. അങ്ങനെ അപ്പൊ എന്തായി? അവസാനം ആയപ്പോഴത്തേക്കും അല്ലെ അവിടെ ചിരിയായി. അങ്ങനെയുള്ള രീതിയിലൊക്കെ അവര് കളിച്ചു. യതിദൂരം ഗത കൃഷ്ണോ വനശേ വനശോഭേക്ഷണായതം അഹംപൂർവം ഇതി സംസ്പൃശ്യരേമിരേ. പിന്നെയാണ് അവിടുന്ന് ആ വൃന്ദാവനങ്ങളൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് ഗോപന്മാരോട് കൂടി ഭഗവാൻ യാത്രയാകുന്ന സമയത്ത് ഭഗവാൻ മുമ്പിലെ അങ്ങ് നടക്കുമ്പോഴത്തേക്കും ഗോപന്മാരൊക്കെ അഹംപൂർവം ഇതി സംസ്പൃശ്യരേമിരേ, ഞാനാണ് കണ്ണന്റെ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടികൾ പരസ്പരം അതിന് കിടന്ന് വഴക്ക്. അപ്പൊ ഭഗവാൻ എന്താ ചെയ്യുക? എല്ലാവരെയും ഒരുമിച്ച് ഭഗവാന്റെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഭഗവാൻ പറയും മുമ്പോട്ട് നടന്നോളൂ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഞാൻ മുമ്പേ എന്നുള്ള ഒരു വാശിയോടുകൂടി ഓടിയെത്തി ആ കൃഷ്ണന്റെ അടുത്ത് ചേർന്ന് അങ്ങനെ നിൽക്കും. ഭഗവാനെ വന്നങ്ങോട്ട് കെട്ടിപ്പിടിക്കുക, ഭഗവാനെ തൊടുക, ഇതൊക്കെ അന്നും ആ ഗോപന്മാർ അന്നും അത് ആസ്വദിച്ചിരുന്നു എന്ന് പറയാണ്. എന്നിട്ടോ കേജിൽ വേണൂൻ വാദയന്തോത്മാന്ത ശൃംഗാണി കേചന കേജിൽ ഭൃംഗേ പ്രഗായന്ത കൂജന്ത കോകിലൈ പരേ. അവരുടെ യാത്രയെ കുറിച്ച് പറയുന്ന രംഗം ഗംഭീരമാണ്. അവിടെ പറയുകയാണ്, അവര് ഓരോരുത്തരും കണ്ണൻ ഓടക്കുഴൽ വിളിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗോപന്മാർ ഓരോരുത്തരും അങ്ങോട്ട് ഓടക്കുഴൽ വിളിക്കും. അപ്പൊ ചിലർ പറയും കണ്ണൻ അങ്ങനെയല്ല വിളിക്കുന്നത്, കണ്ണൻ ഇങ്ങനെയാണ് കൊമ്പ് ഊതുന്നത് കൊണ്ട് കൊമ്പ് അതുപോലെ വിളിക്കും. അതുപോലെ തന്നെയോ പ്രഗായന്തോ കൂജന്ത കോകിലൈ പരേഹേ. അവിടെ ആ വണ്ടുകള് വന്ന് ഹരി 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചുറ്റും ആ പുഷ്പങ്ങളുടെ ഇടയിലൂടെ അവർക്കാണെങ്കിൽ ഈ തേൻ കുടിക്കുവാനുള്ള ഒരു സന്തോഷം, തേൻ കുടിച്ചതിന്റെ സന്തോഷം, തേൻ കുടിക്കുവാൻ വേണ്ടിയിട്ടുള്ള സന്തോഷം, ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നത്. കാരണം വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾ ഏത് സമയത്തും പുഷ്പിച്ച് നിൽക്കുന്നു. അതാണ് വൃന്ദാവനത്തിന്റെ ഒരു മഹാത്മ്യം, അതാണത്. അപ്പൊ അങ്ങനെയുള്ള അവിടെ മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, എല്ലാവരും സന്തോഷത്തിന്റെ ആധിക്യം. അങ്ങനെ കാണുമ്പോഴത്തേക്കും ഈ വണ്ടുകള് ഇനി ഈ പൂക്കളുടെ മുഴുവൻ തേൻ കുടിക്കണല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണോ അറിയില്ല, ഹരി 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 എന്ന് പറഞ്ഞിട്ട് വണ്ടുകൾ മൂളി കിടക്കുമ്പോൾ ഈ ഗോപന്മാരെന്ത് ചെയ്യും? ആ വണ്ടുകളെ അനുകരിച്ചുകൊണ്ട് ഹരി 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 എന്ന് പറഞ്ഞിട്ട് അവര് പരസ്പരം അവിടുന്ന് ആ വണ്ടുകൾ പറയുന്നത് പോലെ പറയുന്നു. പിന്നെയോ കുയിലുകള് അവര് കൂജനം ചെയ്യുന്ന കേട്ടോ കേൾക്കുമ്പോഴത്തേക്കും അത് കേൾക്കുമ്പോഴത്തേക്കും ഇവിടുന്നതാ കൊക്കോ കൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് തുല്യമായിക്കൊണ്ടിരുന്നുകൊണ്ട് അല്ലെ. നമുക്ക് അറിയാം പല രീതിയിലുള്ള പക്ഷികള് വാസുദേവ 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 എന്ന് രാവിലെ വിളിക്കുന്ന പക്ഷികളെയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും വാസുദേവനെ ആണോ വിളിക്കുന്നത്, ഭഗവാനെ ആണോ വിളിക്കുന്നത്? യഥാർത്ഥത്തിൽ അവരൊക്കെ രാവിലെ പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള ശബ്ദം അല്ലെ, 3 മണിക്ക് ബ്രാഹ്മ മുഹൂർത്തത്തില് ആ കോഴികള് അവിടുന്ന്
കൊക്കരക്കോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് വിളിക്കുന്നത്? കണ്ണാ എഴുന്നേറ്റോളൂ എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. എന്ന് പറഞ്ഞ പോലെ പക്ഷികളും മൃഗങ്ങളും നമ്മളെക്കാളൊക്കെ എത്രയോ അവർ ആനന്ദിക്കുന്നു. പ്രത്യേകിച്ച് വൃന്ദാവനത്തില് അല്ലെ. അപ്പൊ അവര് കണ്ണനെ വിളിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഗോപന്മാരൊക്കെ കൂടി അവിടുന്ന് കുയിലുകള് പാടുന്ന പൂജനം ചെയ്യുന്നത് പോലെ അവർ ചെയ്യുന്നു. ഇങ്ങനെ പക്ഷികൾ പറക്കുമ്പോൾ അവിടുന്ന് നിലത്ത് പതിക്കുന്നതായിട്ടുള്ള നിഴലിനെ പിന്തുടർന്നുകൊണ്ട് ചിലര് നടക്കുന്നു. പക്ഷികളൊക്കെ ഇങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ പറന്നു പോകുമ്പോഴത്തേക്കും കാരണം പക്ഷികൾ പറക്കുന്നത് എന്താണ്? ആ കണ്ണന് ഒപ്പം ഞാനും എന്നുള്ള രീതിയിലാണ് പരുന്തായിക്കോട്ടെ, പ്രാവായിക്കോട്ടെ, തത്തകളായിക്കോട്ടെ, ഇവരൊക്കെ ആ പക്ഷികൾ ഇങ്ങനെ അവരുടെ കൂടെ പോകും. അപ്പൊ എന്തായി? ഈ പക്ഷികൾ ഇങ്ങനെ പോകുമ്പം ഈ ഗോപന്മാര് നടക്കുമ്പോ അവരുടെ മുമ്പിൽ ഇങ്ങനെ നിഴല് കാണുന്നു. അപ്പം അവര് മുകളിലോട്ട് നോക്കുന്നില്ല. അവര് വിചാരിച്ചു എന്തായി സംഭവം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ നിഴലിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മള് അല്ലെ കുട്ടികൾ ചെയ്യുന്നത് പോലെ ഇവര് ആ നിഴലിനെ പിന്തുടരുന്നതായിട്ടുള്ള കാണാൻ നമുക്ക് സാധിക്കും. വിച്ഛായാഭിപ്രധാവന്തോ ഗച്ഛന്തസ്താദുഹംസകൈഹി ബകൈരുപവിശന്തശ്ച നൃത്യഞ്ചശ്ച കലാവിഭി. അങ്ങനെ ആ കൊറ്റികളൊക്കെ ഉണ്ടാവും അവിടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരു അസുരനെ കണ്ടു, ബകൻ എന്ന് പറഞ്ഞൊരു അസുരൻ എന്ന് പറഞ്ഞ പോലെ ആ ബകാസുരനാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത് ചെന്ന് എങ്ങനെയാണോ ധ്യാനം ചെയ്തിരിക്കുന്നത് കാണാം. കൊറ്റികളുടെ എങ്ങനെയാണല്ലോ അല്ലെ, വിദ്യാർത്ഥികളുടെ ലക്ഷണത്തിൽ പറയാറില്ലേ ബകധ്യാനം. ആ കുട്ടികൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ അനങ്ങാതെ പോയിരിക്കുക. അതുപോലെ ഗോപന്മാരും അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക, അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുക. പിന്നെയോ അവിടെ ഉപവിശന്തശ്ച നൃത്യന്തശ്ച കലാവിഭി. അങ്ങനെ അവിടെ ചെന്ന് ചടഞ്ഞുകൂടി അവിടെ ഇരിക്കും. അങ്ങനെ ചടഞ്ഞിരിക്കുന്നത് കാണും. അതുപോലെ തന്നെ കലാവിഭി നൃത്യന്ത ച, അവിടെ മയിലുകളോടുകൂടി മയിലുകൾ അങ്ങനെ നൃത്താടുമ്പോ എങ്ങനെയാണ്? അവരവരുടെ മയിൽപ്പീലികളൊക്കെ അങ്ങോട്ട് വിടർത്തും. അവര് വിടർത്തുന്ന മയിൽപ്പീലികൾ വിടർത്തുന്ന സമയത്ത് ഗോപന്മാർ എന്ത് ചെയ്യും? തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഉഷ്ണീഷം എടുത്ത് അങ്ങോട്ട് ഇങ്ങനെ വിടർത്തി അങ്ങോട്ട് വെക്കും. അന്ന് മുതലാണ് നമ്മൾ ഈ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, മുകളിൽ ഇങ്ങനെ വിടർത്തി വെച്ചതായിട്ടുള്ള തൊപ്പി. ഇതൊക്കെ കണ്ണൻ കാണിച്ചു കൊടുത്തതാണ്. ഗോപന്മാർ അന്ന് ആ മയിൽപ്പീലി ആടാൻ വേണ്ടിയിട്ട് തയ്യാറാകാൻ വേണ്ടിയിട്ട് അവരും അവരുടെ ഉഷ്ണീഷം അങ്ങോട്ട് വിടർത്തി അങ്ങോട്ട് വെക്കും അങ്ങോട്ട്. അങ്ങനെ പിന്നെയോ വികർഷന്തഃ കീശവാലാനാരോഹന്തശ്ച തൈർദ്രുമാൻ വികുർവന്തശ്ച തൈഃ സാകം പ്ലവന്തശ്ച പലാശിഷു. പിന്നെ അവിടെ കുരങ്ങന്മാരെ പോലെ മരത്തിൽ കയറും. അതുപോലെ തന്നെ തവളകളെ പോലെ വെള്ളത്തിൽ ചാടി ഊളിയിട്ട് പോകും അവിടെ അല്ലെ. അങ്ങനെ വൃക്ഷലതാദികളിലേക്കൊക്കെ ചാടിക്കയറിയും അതുപോലെ തന്നെ വികൃതികൾ പലതും കാണിച്ചുകൊണ്ടൊക്കെ പ്രസവ സംപ്ലുതാഹ വിഹസന്ത പ്രതിച്ഛായാ ശപന്തശ്ച പ്രതിസ്വനാൻ. അവിടെ ചിലര് നദി, അതുപോലെ തന്നെ അരുവികള്, ഇങ്ങനെ ഉള്ള വെള്ളം ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ആ മുതലകളൊക്കെ നീന്തി പോകുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നദിയിലേക്ക് ഇറങ്ങി പോവുക. ഇറങ്ങിച്ചെന്ന് അതിലൂടെ ഊളിയിട്ട് നടക്കുക. ഇങ്ങനെ താങ്കളുടെ അവരവരുടെ ആ രൂപം ആ ജലത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ കാണുമ്പോഴേക്കും അവിടുന്ന് വല്ലാണ്ട് സന്തോഷിക്കുക, അത് കണ്ടുകൊണ്ട് ചിരിക്കുക. ഇങ്ങനെ ആ കുട്ടിക്കാലത്ത് എന്തൊക്കെയാണോ നമ്മൾ ആനന്ദിക്കുന്നത് അതേ ആനന്ദം 90 വയസ്സായിട്ടുള്ള ഗോപന്മാര് പോലും ആനന്ദിക്കുന്നു ഇവിടെ. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം. അതാണ് ഭഗവാന്റെ കൂടെ ലീലയാടുന്ന സമയത്ത് ഭഗവാനോളം അവിടെ എത്തിച്ചേരുകയാണ്. അവിടെ പ്രായമായിട്ടുള്ളവർ പോലും അങ്ങനെ അവിടെ അതുപോലെ ശബ്ദം ഇങ്ങനെ ഇവര് പരസ്പരം ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് പരസ്പരം അടികൂടുക. ഈ ഒച്ച കേട്ടുകൊണ്ട് അവർക്ക് ദേഷ്യം വന്നിട്ട് അവര് പരസ്പരം അടികൂടുക. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. പ്രതിച്ഛായ ശപന്തശ്ച പ്രതിസ്വനാൻ എന്ന് പറഞ്ഞാൽ ആ മാറ്റൊലികളെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അവര് അവര് എന്താണ് ശപിക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക, പരസ്പരം ദേഷ്യപ്പെടുക. യുദ്ധം സതാം ബ്രഹ്മസുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേണ സാകം വിജകൃത പുണ്യപുഞ്ച. ഇങ്ങനെ പല രീതിയില് ഭഗവാന്റെ കൂടെ നടക്കുമ്പോൾ അവർക്കുണ്ടാകുന്നതായിട്ടുള്ള ഓരോരോ രീതിയില്, അതായത് ഭഗവാന് 3 രീതിയിലുള്ള ഭാവങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
ഏതാണ് ആധ്യാത്മം, ആധിദൈവം, ആധിഭൗതികമായിട്ടുള്ള രീതിയിലൊക്കെ. അപ്പം ആ യോഗീശ്വരന്മാർക്ക് എങ്ങനെയാണോ ഭഗവാന് അല്ലെ, ഭഗവാനെ അവർക്ക് ആനന്ദിക്കാൻ പൂർണ്ണ ബ്രഹ്മ സ്വരൂപമായിക്കൊണ്ട് ആനന്ദാനുഭൂതി അനുഭവിക്കുന്നതായിട്ടുള്ള യോഗീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം ആ പൂർണ്ണ ബ്രഹ്മം അതാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മം എന്നുള്ള രീതിയിൽ ഭക്തന്മാർക്ക് അല്ലെ യോഗീശ്വരന്മാർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ഭഗവാനെ തന്നെ ഭക്തന്മാർക്ക് അവർക്ക് എങ്ങനെയാണ് ആധിദൈവം. അധിദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരവരുടെ ഇഷ്ടദൈവം ആയിക്കൊണ്ട് അല്ലെ, ഇഷ്ടദേവതയായിക്കൊണ്ട് മായയ്ക്ക് അധീനമായിട്ട് അല്ലെ ആ ഇഷ്ടദൈവമായിക്കൊണ്ട് ആ കണ്ണനെ കാണാൻ സാധിക്കുന്നു. പിന്നെയോ അവിടെ കൂടെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഗോപബാലന്മാര് അവർക്ക് എങ്ങനെയാണ്? അവർക്ക് ആ എന്താണ് അധിഭൂതമായിക്കൊണ്ട് ഭഗവാൻ അവിടെ തന്നോട് കൂടെ നിൽക്കുന്നു. അതായത് ഈ മായയ്ക്കൊക്കെ അധീനമായിക്കൊണ്ടുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് അല്ലെ, വ്രജവാസികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഗോപന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധിഭൂതം തന്റെ കൂടെയുള്ള ഒരു സന്തത സഹചാരിയായിക്കൊണ്ട് ഭഗവാൻ വർത്തിക്കുന്നതായിട്ടുള്ള ഒരു രീതിയിൽ അവരെ അവിടുന്ന് അനുഗ്രഹിക്കും. അപ്പം യോഗീശ്വരന്മാർക്ക് ബ്രഹ്മമായിട്ട് കാണാമെങ്കിൽ ഭക്തന്മാർക്ക് അവിടെ ഭഗവാനെ ഈ ഇഷ്ടദേവതയായിട്ട് കാണാൻ സാധിക്കുന്നുവെങ്കിൽ അതേ ഒരു അനുഭവം തന്നെ ഗോപന്മാര് ഇന്ന് ഭഗവാന്റെ സ്വന്തം സുഹൃത്തായിക്കൊണ്ട് അധിഭൂതമായിക്കൊണ്ട് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താണ് ഭൂതം എന്നുള്ള രീതിയിൽ അല്ലെ, ഉണ്ടായ ഒരു ജീവൻ എന്നുള്ള രീതിയിൽ ഭഗവാനെ അവിടെ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ടുള്ള ആ കണ്ണനുമൊത്ത് അവർക്കൊക്കെ കളിക്കുവാൻ ഈ ഗോപബാലന്മാർക്ക് സാധ്യമായത് തന്നെ എന്തുകൊണ്ടാണ്? പൂർവജന്മങ്ങളിലോട്ട് ഉള്ള ജന്മകൃച്ഛ്രതോ അല്ലെ, ബഹുജന്മകൃച്ഛ്രതോ, അത് പൂർവ ജന്മങ്ങളിൽ ചെയ്തതായിട്ടുള്ള എന്തെന്നില്ലാത്ത ആനന്ദത്തിന്റെ സൽക്കർമ്മങ്ങളുടെ ഒരു ഫലമായിട്ടാണ്. അതുകൊണ്ട് ആ യഥാർത്ഥമായിട്ടുള്ള തൻ്റെ ഇന്ദ്രിയങ്ങള് ഇന്ന് പല വിഷയങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവൻ അതെല്ലാം എന്ത് ചെയ്യുന്നു? ഇപ്പോ ആ കണ്ണനിലേക്ക് എല്ലാവരെയും ആശ്രയിക്കുന്നു. കാണാനും കേൾക്കാനും തൊടാനും അല്ലെ അനുഭവിക്കാനും ഒക്കെ കണ്ണൻ. അതാണ് ഇന്നിപ്പോ ഗോപന്മാരുടെ അവസ്ഥ. എത്രയുണ്ട് പുണ്യജന്മമാണ് അവരുടേതെന്നുള്ള ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെയുള്ള ആ അനേക ജന്മങ്ങളിൽ തുടർച്ചയായിക്കൊണ്ട് ക്ലേശിച്ച് സാധന അനുഷ്ഠിച്ചതായിട്ടുള്ള യോഗീശ്വരന്മാർക്ക് പോലും ഇദ്ദേഹത്തിന്റെ ആ പാദരേണുക്കള് ഒന്ന് കണി കാണാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആ അത്ര കണ്ട് പ്രാധാന്യമായിട്ടുള്ള ഭഗവാന്റെ പാദരേണുക്കള് പോലും അതിലും വിട്ട് ഭഗവാനെ തന്നെ സ്വന്തമായിക്കൊണ്ട് ആ മഹാപ്രഭു ആ ഗോപന്മാരുടെ കൂട്ടത്തില് അല്ലെ അധിദൈവം ഒരു ഭൂതമായിക്കൊണ്ട് ഒരാളായിക്കൊണ്ട് കഴിയുന്നത് വിളയാടുന്നു. ആ അവരുടെ ഭാഗ്യാതിരേകം എങ്ങനെ വർണ്ണിക്കാൻ സാധിക്കും? കിം വർണ്യതേ ഇഷ്ടമഹോ വ്രജവാസികളുടെ ഒരു ആനന്ദം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ അവർ ചെയ്തതായിട്ടുള്ള പുണ്യം! അഥാഘനാമാഭ്യപതന്മഹാസുരസ്തേഷാം സുഖക്രീഡന വീക്ഷണാക്ഷമാ നിത്യം യദന്തർനിജ ജീവിതേപ്സുഭി പീതാമൃതൈരപ്യമരീ പ്രതീക്ഷ്യത്തെ. അങ്ങനെ അവരിതാ ആ ഭഗവാന്റെ കൂടെ കഴിയുന്ന ഈ രംഗങ്ങൾ അമൃതപാനം ചെയ്യുന്നതായിട്ടുള്ള അല്ലെ ദേവന്മാർക്ക് പോലും ഈ തങ്ങളുടെ ജന്മസാഫല്യത്തിന് യാതൊന്നാണോ വിഭാവനം ചെയ്യുന്നത് അപ്രകാരമുള്ള ഈ കണ്ണന്റെയും ഗോപബാലന്മാരുടെയും ഒക്കെ മനോഹരമായിട്ടുള്ള ആ വൃന്ദാവന ലീലകള് കണ്ട് അസൂയ മൂത്തതായിട്ടുള്ള ആ അഘാസുരൻ, കംസന്റെ അടുത്ത അസുരന്റെ വരവായി അഘാസുരൻ എന്നുള്ള രീതിയിൽ ആ അഘാസുരൻ എന്നുള്ള ഒരു ദുഷ്ടൻ അവിടെ ചാടി വന്നു. അവിടെ പൂതന, അതുപോലെ ബകാസുരൻ, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഈ അസുരന്മാരുടെയൊക്കെ അനുജനായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അഘാസുരൻ. എന്തായാലും അവിടെ വന്ന് ആ കണ്ണനെ കണ്ടുപിടിച്ച് നിഗ്രഹിക്കുവാൻ വേണ്ടി കംസനാൽ നിയോഗിക്കപ്പെട്ടയാളാണ് ഈ അഘാസുരൻ. എന്തായാലും വൃന്ദാവനത്തിൽ എത്തി ഇവരെ കൊല്ലാനും അങ്ങനെ തന്റെ മരണപ്പെട്ട സഹോദരന്മാർക്കൊക്കെ പരലോക സൗഖ്യത്തിനുള്ള ഒരു തിലോദകമായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കി. ഇവിടെ ഹിരണ്യകശിപു അല്ലെ എന്താണ് അനിയന് വേണ്ടിയിട്ട് ഭഗവാനെ കൊന്ന് അല്ലെ ശൂലം കുത്തി രക്തം എടുത്ത് ആ രക്തം കൊണ്ട് എൻ്റെ ഹിരണ്യാക്ഷന്റെ
ഗതി ഞാൻ വരുത്തും എന്ന് അവിടുന്ന് പ്രസംഗിച്ച ആ ഹിരണ്യകശിപുവിനെ പോലെ ഇവിടെ പറയുകയാണ്, എന്റെ ചേച്ചിയായിട്ടുള്ള പൂതനയെയും എന്റെ ഏട്ടനായിട്ടുള്ള ബകാസുരനെയും നിഗ്രഹിച്ചതായിട്ടുള്ള നിന്നെ കൊന്ന് എന്താണ് അവർക്ക് തിലോദകമായിട്ട് എന്താണ് നിന്റെ രക്തത്തെ കൊണ്ട് അവർക്ക് ഗതി ഞാൻ വരുത്തും എന്നൊക്കെ അവിടുന്ന് ഭാവിച്ചുകൊണ്ട് തന്റെ പ്രതികാരം ഭവിക്കണമെന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവന്റെ വരവ്. അങ്ങനെ ഗോകുലത്തിലെ ഇവരുടെ രക്ഷിതാക്കള് ജീവച്ഛവങ്ങളായിട്ട് മാറും എന്നൊക്കെ അവിടുന്ന് ആ അഘാസുരൻ എല്ലാവരെയും തന്റെ ഉള്ളിലേക്ക് ആക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവിടെ വന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് ജീവനായിട്ടുള്ള ആ കുട്ടികള് നശിച്ചു കഴിഞ്ഞാല് അവരുടെ എല്ലാ ചിന്താശക്തികളും നശിക്കും. ആരുടെ? ഈ ജനങ്ങളുടെ, ഗോപന്മാരുടെയൊക്കെ അച്ഛനമ്മമാരുടെയൊക്കെ. അപ്പം നമ്മോട് പകരം വീട്ടാനൊന്നും പിന്നെ വേറെ ആരും ഉണ്ടാവുകയില്ല അവിടെ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആ അസുരൻ എന്ത് ചെയ്തു? നേരെ ഒരു വലിയൊരു പെരുമ്പാമ്പിന്റെ രൂപം അവിടെ നിന്ന് സ്വീകരിച്ചു. കാരണം ഈ പെരുമ്പാമ്പാകുമ്പോ എല്ലാവരെയും തന്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റാൻ സാധിക്കും. അങ്ങനെ 1 യോജന നീളമുള്ള വലിയൊരു പെരുമ്പാമ്പായിട്ട് മാറി. പർവ്വതം പോലെ തടിച്ചതായിട്ടുള്ള ശരീരം. പിന്നെയോ ആ വായ എന്ന് പറഞ്ഞാലോ അത് വലിയ ഗുഹയാണ്. ഗുഹ പോലെ തോന്നിക്കുന്നതായിട്ടുള്ള ആ ഒരു വായ. അങ്ങനെ ആ വായയിലൂടെ അതിലൂടെ ഇവരെയൊക്കെ വിഴുങ്ങാമെന്ന് കരുതിയിട്ട് നേരെ അവിടെ ചെന്ന് ആ വായ അങ്ങോട്ട് പിളർത്തുന്ന അങ്ങോട്ട് വെച്ചു. അങ്ങനെ കീഴ്ച്ചുണ്ട് അങ്ങോട്ട് നിലത്തങ്ങോട്ട് അമർത്തി, മേൽച്ചുണ്ട് അങ്ങോട്ട് മേഘം ഉയരുവരെയുള്ള രീതിയിൽ, അത്ര കണ്ട് വലിയൊരു ഗുഹയാണ്. അപ്പം അങ്ങനെ വൻ ഗുഹ പോലെയുള്ള ഒരു വായ അവിടെ ഉണ്ടാക്കി. പർവ്വത ശിഖരങ്ങൾ എന്ന് തോന്നിക്കുന്നതായിട്ടുള്ള അവന്റെ ആ ഉള്ളിലുള്ള ദംഷ്ട്രകള്, വലിയ വലിയ മരങ്ങള് ഗുഹയ്ക്കകത്ത് നിൽക്കുന്നതായിട്ടുള്ള തൂണുകളാണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വീതിയുള്ള വലിയൊരു പാത പോലെയാണ് യഥാർത്ഥത്തിൽ അവന്റെ നാവ്. ആ നാവ് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇട്ടു. അങ്ങനെ ശ്വാസവായു എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കൊടുങ്കാറ്റടിക്കുക. അപ്പം ഈ വലിയൊരു ഗുഹയ്ക്കകത്ത് വലിയ വലിയ തൂണുകൾ നിൽക്കുന്നു. പിന്നെയോ പരവതാനി ഇതാ കിടക്കുന്നു. ആ പരവതാനിയുടെ ഇടയിൽ വലിയ ഗംഭീരമായിട്ടുള്ള കാറ്റ്, കൊടുങ്കാറ്റ് സംവിധാനം. ഇങ്ങനെ അതുപോലെ കാട്ടുതീ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള അവന്റെ കണ്ണുകള്, നോട്ടം. ഇങ്ങനെ ആ അഘാസുരൻ എന്തായി? ഈ കുട്ടികളെ ഭ്രമിപ്പിക്കുന്ന രീതിയിലേക്ക്, ഇതെല്ലാം കുട്ടികളെ ഭ്രമിക്കും അല്ലെ? ആലോചിച്ച് നോക്കൂ. വലിയൊരു ഗുഹയിലേക്ക് എന്നിട്ട് നല്ല കാറ്റ് വന്നപ്പോഴത്തേക്ക് അവർക്ക് അത്ഭുതമായി. നോക്കിയപ്പോഴത്തേക്കും ധാരാളം തൂണുകൾ കാണുന്നു. അതുപോലെ തന്നെയോ നല്ല നല്ല വെളിച്ചം. ഇനി വെളിച്ചം കിട്ടുന്നില്ല എന്ന് വിചാരിക്കണ്ട. ആ അവന്റെ കണ്ണുകളിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള അഗ്നിജ്വാലകൾ അത് വെളിച്ചമായിട്ട് അവിടെ ഉണ്ടാകുന്നു. ദൃഷ്ട്വാതം താദൃശം സർവേ മത്വാ വൃന്ദാവന ശ്രിയം വ്യാത്താജകരതുണ്ടേന തുൽപ്രേക്ഷന്തേ സ്മലീലയാ. ഇങ്ങനെ ആ പെരുമ്പാമ്പിന്റെ വായ ഒരു പർവ്വത ഗുഹ എന്നുള്ള രീതിയിൽ അവിടുന്ന് അവര് തെറ്റിദ്ധരിച്ച് അവരുടെ ആ ഇത് വലിയൊരു ഗുഹയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാം അഘാസുരന്റെ ആ ഗുഹ വലിയൊരു പെരുമ്പാമ്പ് വായു വളർന്ന് കിടക്കുകയാണെന്നുള്ള തോന്നലൊന്നും അവർക്ക് ഉണ്ടായില്ല. വിനോദം എന്നുള്ള രീതിയിൽ അവര് നേരെ അതിലേക്ക് കയറുവാൻ വേണ്ടി അവർ തയ്യാറായി അവിടെ. അങ്ങനെ ഗോപന്മാര് പരസ്പരം അവര് പരസ്പരം പറഞ്ഞു, അല്ല നമ്മളുടെ മുമ്പിൽ കിടക്കുന്നതായിട്ടുള്ള ഗുഹയെ കുറിച്ചുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സംസാരം. അങ്ങനെ പറഞ്ഞ് അവരിതാ അതിലേക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ആ ഭഗവാൻ ഗുഹയ്ക്കുള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതറിയാം. ഇവൻ ആ പെരുമ്പാമ്പാണെന്നുള്ളതും ഇവനെ നിഗ്രഹിക്കേണ്ടതാണെന്നൊക്കെ അവിടുന്ന് അറിയാം. എന്തായാലും എല്ലാവരും അങ്ങ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി? പിന്നെ അവര് ആ ഗുഹയിലേക്ക് ചെന്നിട്ട് ഓരോന്ന് കണ്ട് അവിടുന്ന് ഗംഭീരമായിട്ട് അവർ പരസ്പരം പറയുന്നുണ്ട്. എന്താണ്? പ്രതിസംസ്പർദ്ധതേ സ്പർദ്ധേതേ സൃക്കിഭ്യാം സവ്യാസവ്യേന ഗോദരേ തുംഗശൃംഗാലയോപ്യേതാഭിശ്ചപശ്യത. അവിടെ പറയുകയാണ്, അവര് ഓരോരുത്തരും അഭിപ്രായം പറയുകയാണ് ഈ അഘാസുരനെ കണ്ടിട്ട്. എന്തൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണിത് അല്ലേ? അവിടെ ഉദയരശ്മികളാൽ ചുവപ്പ് കലർന്നതായിട്ടുള്ള മേഘം ഒരു പെരുമ്പാമ്പ് പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഗോപന്മാര്. അങ്ങനെയുള്ളൊരു ഗുഹ. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ ഇവർ പരസ്പരം പറഞ്ഞ് അല്ലേ? അതുപോലെ ആ പല്ലുകളൊക്കെ കണ്ട് വലിയ കൊടുമുടികളെ പോലെയുള്ള
തൂണുകളാണ് ഇതിനകത്ത് നിൽക്കുന്നത്. നല്ല വീതിയും നീളവുമുള്ള ഒരു വലിയൊരു വഴി, ഒരു പരവതാനി തന്നെ ഇതാ ഇതിനകത്ത് നിൽക്കുന്നു. ഇങ്ങനെ ആ നാവിനെയൊക്കെ ആ അതായത് വലിയ മലയിടുക്കുകളിലൂടെയുള്ള ആ ഗംഭീരമായിട്ടുള്ള വഴികൾ പോലും എന്താണ് ഈ അഘാസുരന്റെ നാവിനോട് വെല്ലുവിളിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെയുള്ള ഉള്ളിൽ തടിച്ചുകൂടിയതായിട്ടുള്ള ആ ഒരു കൂരിരുട്ട്, ആ വായയുടെ ഒക്കെ ഉൾഭാഗത്തെയും അതുപോലെ കാട്ടുതീ തട്ടി ചൂടേറ്റതായിട്ടുള്ള പരുക്കൻ കാറ്റ്, ഇതൊക്കെ അവരനുഭവിച്ചു. അങ്ങനെ ചെന്ന് അസ്മാൻ കിമത്ര ഗ്രസിതാ നിവിഷ്ടാനയം തഥാ ചേ ഭഗവത് വിനങ്ഷ്യതി ക്ഷീണോദനേദേതി ബകാശു ബഹാരിഷന്മുഖം വീക്ഷോദ്ധസന്ത കരതാടനീർയോ. എന്തായാലും അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഭയങ്കര സത്വമായിട്ടുള്ള ആ ഒരു അഘാസുരന്റെ ഉള്ളിലേക്കാണല്ലോ ഈ ഗോപന്മാര് കയറിയത് എന്നുള്ളത് അവിടുന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ഇനി അവർ വിഴുങ്ങുമോ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ബകാസുരനെ എങ്ങനെയാണോ ഭഗവാൻ അവിടുന്ന് വകവരുത്തിയത്, അതേപോലെ ഗോപപാലന്മാരെ എല്ലാവരും കൂടി ആ ഇരുട്ട് വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പേടിയായി തുടങ്ങി. ഇങ്ങനെ ഭഗവാനെ അവിടുന്ന് വിളിച്ചവര് കരഞ്ഞു, കണ്ണാ കണ്ണാന്ന് വിളിച്ചവരെ കരഞ്ഞു. അങ്ങനെ കണ്ണന്റെ ആ തിരുമുഖത്തേക്ക് ഒന്ന് അവന്റെ ആ അഗ്നിജ്വാലകളോട് കൂടിയിട്ടുള്ള കണ്ണുകള് ഒന്ന് പതിച്ചു. അങ്ങനെ അട്ടഹസിച്ചു, അവിടുന്ന് കൈ കൊട്ടിയും ഒക്കെ അവിടുന്ന് അവരിതാ ആ അവൻ ഓരോരുത്തരെയായിട്ട് അവൻ വിഴുങ്ങിക്കൊണ്ടിരുന്നു അവിടെ. ഇങ്ങനെയുള്ള ഇത്തംഭാഷിതം ശ്രുത്വാ വിചിന്യേത്യമൃഷായത്തെ രക്ഷോ വിദിത്വാഖില ഭൂതഹൃസ്ഥിത സ്വാനാം നിരോധും ഭഗവാൻ മനോദധേ. എന്തായാലും ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാതെ ബാലന്മാരെല്ലാവരും ആ മലമ്പാമ്പിന്റെ തുറന്ന വായ ഗുഹയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെ ഓരോരുത്തരായിട്ട് അവന് ഇരയായിക്കൊണ്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. അങ്ങനെ ആ കൂട്ടുകാരെ രക്ഷിക്കുവാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ കരുണാവാരിധിയായിട്ടുള്ള ഭഗവാൻ, എല്ലാവർക്കും അഭയത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാൻ ഈശ്വരേച്ഛ മൂലം സംഭവിച്ചതായിട്ടുള്ള ഈ ഒരു വിഷയത്തില് അവിടുന്ന് ഒട്ടും തന്നെ അവർ ചിന്തിച്ചില്ല. നേരെ ഭഗവാൻ അവിടെ കയറി അവന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി തൻ്റെ യഥാർത്ഥ രൂപത്തെ അവിടുന്ന്, ആ വിശ്വരൂപത്തെ അവിടുന്ന് കാണിച്ചുകൊണ്ട് ആ തഥാഘനച്ഛതാദേവ ഭയാദ്ധേതി ചക്രുഷു ജഹർഷുര്യേ ച കംസാദ്യാ കൗണ പാരസ്ത്വഖബാന്ധവാഹ. അവിടെ മേഘങ്ങളുടെ മറവിൽ നിന്ന ദേവന്മാര് ഇത് കണ്ട് ഭയന്ന് അയ്യോ അയ്യോ എന്ന് അവര് കരയുന്നു. അവിടെ കിടന്ന് കംസൻ മുതലായവരൊക്കെ എന്താണ് ഈ അഘാസുരന്റെ ബന്ധുക്കളായിട്ടുള്ള രാക്ഷസ വർഗക്കാരൊക്കെ അവര് കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുക, അട്ടഹസിക്കുക. ഇങ്ങനെ ദേവന്മാരുടെ രോദനവും അതുപോലെ തന്നെ ഈ അഘാസുരന്റെ ബന്ധുക്കളിൽ നിന്നുള്ള ഈ ഒരു പരിഹാസ ചിരികളും ഒക്കെ കേട്ട് അല്ലെ നാശരഹിതനായിട്ടുള്ള ആ ഭഗവാൻ തന്നെയും ഗോപന്മാരെയും വൈക്കിടങ്ങളെയും ഒക്കെ ഒന്നായിക്കൊണ്ട് പൊടിയാക്കാൻ ഒരുങ്ങിയതായിട്ടുള്ള അസുരന്റെ കണ്ഠപ്രദേശത്തേക്ക് അങ്ങോട്ട് നിന്നു. അവിടുന്ന് തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു വിശ്വരൂപം അവിടുന്ന് എടുത്തു. അഘാസുരനെ ശ്വാസം മുട്ടി കണ്ണു തുറച്ചു. അവിടെ എങ്ങനെയാണോ ഇതിനു മുമ്പ് തൻ്റെ ജ്യേഷ്ഠത്തിയായിട്ടുള്ള പൂതനയും തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബഗനും ഒക്കെ പർവ്വതാകാരമായിട്ടുള്ള ശരീരം ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ ഉണ്ടായതായിട്ടുള്ള ആ പ്രകമ്പനം കൊള്ളുന്നതായിട്ടുള്ള ഒരു ശബ്ദം അവിടെ ആ അഘാസുരനും അവിടുന്ന് കടന്ന് മറിഞ്ഞ് പെടഞ്ഞ് അവിടെ ആ ഭൂമിയിലേക്ക് പതിച്ചു. അങ്ങനെ പട്ടുകൂറ്റൻ പെരുമ്പാമ്പിന്റെ ആ പ്രാണങ്ങൾ മറ്റു മാർഗങ്ങളെല്ലാം അടഞ്ഞതോടുകൂടി ആ മൂർധാവ് ഭേദിച്ചു ബഹിർഗമിച്ചതായിട്ടുള്ള ആ പെരുമ്പാമ്പിന്റെ ജീവൻ ഭഗവാൻ അത് സ്വന്തമായിട്ട് അവിടുന്ന് സ്വീകരിച്ചു. ജീവൻ പൂർണ്ണമായിട്ടും അവിടുന്ന് സ്വീകരിച്ച് ആ ശരീരത്തിൽ നിന്നും കുട്ടികളെ മുഴുവൻ അവിടുന്ന് രക്ഷിച്ചു. അങ്ങനെ ഗോപബാലന്മാരെയും പൈക്കിടാങ്ങളെയും ആ ശ്രീകൃഷ്ണൻ തൻ്റെ ആ കാരുണ്യ കടാക്ഷത്തോടു കൂടി അവരെയൊക്കെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് അവരെയൊക്കെ എടുത്ത് പുറത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ തടിച്ചു കൊഴുത്തതായിട്ടുള്ള മലമ്പാമ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവ്യ തേജസ് അവിടെ നിന്നും ഉണർന്നു എന്ന് പറയാണ്. അത് 10 ദിക്കിലേക്കും പ്രകാശിച്ച് ആ ഭഗവാൻ പുറത്തു വരുന്നതും കാത്തിരിക്കുന്നതായിട്ടുള്ള ദേവന്മാരത് കണ്ട് അതിശയിച്ചു. യഥാർത്ഥത്തില് ആ തേജ പുഞ്ചം അല്പനേരം ഒന്ന് ആകാശത്തില് സ്ഥിതി ചെയ്ത ശേഷം അവിടുന്ന്
വീഴ്ച നോക്കുന്നതായിട്ടുള്ള ദേവന്മാരൊക്കെ ആ ഭഗവാന്റെ ലീലയില് ആനന്ദിച്ചു എന്ന് പറയാണ്. എന്തായാലും തതോധിഹൃഷ്ടാ സുഹൃത്തോ കൃതാരിഹണം പുഷ്പൈസുര അപ്സരസശ്ച നർത്തനൈഹി ഗീതൈസ്സുഗാ വാദ്യധരാശ്ച വാദ്യകൈഹി സ്തവൈശ്ച വിപ്രാ ജയനിസ്വനൈർഗുണാഹ. അവിടെ പറയുന്നു, ശരിക്ക് നമ്മളൊക്കെ വിചാരിക്കും അഘാസുരൻ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് അസുരന്റെ അല്ലെ ഒരു അവസ്ഥയിലേക്ക് എത്തും. യഥാർത്ഥത്തില് അഘാസുരനൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, അഘാസുരൻ, ബകാസുരൻ, ഇവരൊക്കെ ആ ഭഗവാന്റെ സ്പർശം കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഭാഗ്യവാന്മാരാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഭഗവാൻ എങ്ങനെയാണോ ഇവിടെ ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള രംഗങ്ങള്, അതെല്ലാം ആ ഒരു മംഗള അന്തരീക്ഷം തന്നെ അവിടെ ഉണ്ടായി എന്ന് പറയാണ്. അവരെല്ലാവരും എന്തായി, ആഹ്ലാദിച്ചു. ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്തു, അല്ലെ, അപ്സരസുകൾ നൃത്തം വെച്ച്, ഗന്ധർവന്മാര് പാട്ടുപാടി, വിദ്യാധരന്മാര് അവരുടേതായിട്ടുള്ള ദേവവാദ്യങ്ങളൊക്കെ അവിടെ പ്രയോഗിച്ചു. ബ്രാഹ്മണരോ അവര് വന്നതാ വേദസൂക്തങ്ങളൊക്കെ സ്തുതിച്ചു. വിഷ്ണു പാർഷദന്മാർ വന്നു. അവിടെ അവരെന്തായി, ജയ 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 എന്നുള്ള ജയശബ്ദം അവിടെ നിന്ന് മുഴക്കി. ഇങ്ങനെ അത്ഭുതാവഹമായിട്ടുള്ള ഗീതങ്ങളും അതുപോലെ തന്നെ വാദ്യഘോഷങ്ങളും അതുപോലെ തന്നെ ജയശബ്ദങ്ങള്, ഗാനങ്ങള്, ഇങ്ങനെ മംഗളധ്വനികളൊക്കെ കേട്ട് വിസ്മയിച്ചതായിട്ടുള്ള ആ ബ്രഹ്മാവ്, ഇതെല്ലാം കണ്ട് അതിശയിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവ് തന്റെ ആസ്ഥാനമായിട്ടുള്ള ആ സത്യലോകത്ത് നിന്ന് ഉടനെ നേരെ ആ വൃന്ദാവനത്തിലേക്ക് അല്ലെങ്കിൽ ആ കണ്ണന്റെ സമീപത്തേക്ക് അവിടെ എത്തിച്ചേർന്നു. അവിടെ എന്തായാലും ഈ ഭഗവാന്റെ ഒരു ഈശ്വര മഹിമ കണ്ട് അത്ഭുത സ്തബ്ധനാകുകയും ചെയ്തു എന്ന് പറയാണ്. അങ്ങനെയാണ്. ശ്രുത്വാ സ്വധാമുനോന്ത്യജ ആഗതോചിരാൾ ദൃഷ്ട്വാ മഹീശസ്യ ജഗാമ വിസ്മയം. വിസ്മയിച്ചു പോയി യഥാർത്ഥത്തില് ബ്രഹ്മാവ്. നേരെ അവിടെ എത്തി. അങ്ങനെ എത്തുകയുണ്ടോ, ആ പെരുമ്പാമ്പിന്റെ തോല് അവിടെയൊക്കെ കിടന്ന് ഉണങ്ങി. രാജന്നാഗരം ചർമ്മ ശുഷ്കം വൃന്ദാവനദ്ഭുതം പ്രജോകസാം ബഹുതിഥം ബഭൂവ ക്രീഡഗഹ്വരം. അങ്ങനെ ഗോപന്മാർക്ക് അത് അല്ലെ ഒളിച്ചു കളിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു രംഗമായി ഇപ്പൊ അത്. ഈ പെരുമ്പാമ്പിന്റെ തോലൊക്കെ ഇപ്പൊ എന്തായി, അത് ചെറിയ 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 ഗുഹാപ്രദേശങ്ങളായിട്ട് അത് മാറി. അങ്ങനെ കളിക്കാനൊരു ഒരു ഗുഹ ആയിക്കൊണ്ട് കുറെ കാലം അവര് ആ വൃന്ദാവനത്തില് അങ്ങനെ കിടന്നു. അങ്ങനെ എന്തായാലും തൻ്റെ ബന്ധുക്കളായിട്ടുള്ള സ്വന്തക്കാരെയൊക്കെ മൃത്യുവിൽ നിന്ന് രക്ഷിച്ചതും അഘാസുരന് മോക്ഷം കൊടുത്തതുമായിട്ടുള്ള ആ കണ്ണൻ കൗമാരപ്രായത്തിലേക്ക് നടന്നതായിട്ടുള്ള ഈ ഒരു അത്ഭുത കർമ്മം, അത് ഇനിയതാണ് കൗമാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പൗഗണ്ഡത്തിലേക്ക് എത്തിയതായിട്ടാണ് ഇനി ഗോകുലത്തിലേക്ക് അറിയിച്ചത്. എന്തായാലും ആ മായാ ബാലരൂപത്തെ ധരിച്ച ആ കണ്ണൻ, അതുപോലെ ആ ബ്രഹ്മാവ് തുടങ്ങിയതായിട്ടുള്ള ദേവന്മാരൊക്കെ ഇന്ന് ബ്രഹ്മാദി സ്തംഭ പര്യന്തം ചരാചരങ്ങളുടെ സൃഷ്ടികർത്താവുമായിട്ടുള്ള ആ ബ്രഹ്മാവ് ഭഗവാൻകൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ടതില് ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പറയാണ്. അതുകൊണ്ട് മഹാപാപിയായിട്ടുള്ള അഘാസുരൻ പോലും ആ ഭഗവാന്റെ സ്പർശനം ഏറ്റ നിമിഷത്തിൽ നമ്മൾ കണ്ടു, ദിവ്യ തേജസ് അതിൽ നിന്ന് ഉയർന്നു പോയി എന്ന് കണ്ടു, അല്ലെ. അപ്പം ദുർജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഗതി ലഭിക്കുക എന്നുള്ളത് വളരെ വളരെ വിരളമാണ്. എന്നാൽ ഭഗവത് സ്വരൂപത്തിന്റെ ആ പ്രതിരൂപം ഒരിക്കൽ മാത്രം മനസ്സിൽ ധ്യാനിക്കപ്പെട്ടാൽ പോലും ആ ഭാഗവതോത്തമന്മാർക്കുള്ള സദ്ഗതി അവിടുന്ന് ലഭിക്കുമെന്ന് അവിടെ കാണിക്കുന്നു. അതായത് അഖോപിയൽ സ്പർശന ധൗതപാതക പ്രാപ്യാം ആത്മസാമ്യം ത്വസതാം സുദുർലഭം സഹൃദ്യംഗ പ്രതിമാന്തരാഹിത മനോമയീ ഭാഗവതിം ദദൗഗതിം സയേവ നിത്യാത്മസുഖാനുഭൂത്യ അഭിവ്യുതസ്തന്മയോ തന്മായോന്തർഗതോ ഹി കിംപുന. അപ്പം ഇങ്ങനെ ആ ഭഗവാൻ സാക്ഷാത്തായിക്കൊണ്ട് ഉള്ളിൽ കടന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ പറയാനുണ്ടോ? ഭാഗവതന്മാരുടെ ഭക്തന്മാരുടെ ഒക്കെ ഉള്ളിൽ എപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദ് അംഗപ്രതിമ അന്തരാഹിത എന്ന് പറയുന്നു. അതായത് 5 വയസ്സ് തികയുന്നത് വരെയുള്ളതാണ് യഥാർത്ഥത്തിൽ കൗമാരം എന്ന് പറയുന്നത്. പിന്നെയോ അതിനുശേഷം 5 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ളതാണ് പൗഗണ്ഡം. ഇങ്ങനെ ആ പൗഗണ്ഡ വയസ്സിലേക്ക് ഭഗവാൻ കടന്ന ഒരു രംഗമാണ് അത്. ഇങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സൂതൻ അവരിന്ന് പറഞ്ഞു, ഇങ്ങനെ പരീക്ഷിത്ത് ചക്രവർത്തി തന്റെ സംരക്ഷകനായിട്ടുള്ള ആ ഭഗവാന്റെ അത്ഭുത ചരിത്രം
കേട്ട് അതിൽ കൂടുതൽ ശ്രദ്ധാലുവായിക്കൊണ്ടിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണ കഥകള് തുടർന്നും പറയുവാൻ വേണ്ടി ശ്രീശുബ്രഹ്മർഷിയെ പ്രകോപിപ്പിക്കുകയാണ് യഥാർത്ഥത്തില്. ഇല്ലേ? ഓരോരോ ലീലകൾ കേൾക്കുമ്പോഴേക്കും ആശ്ചര്യമുണ്ടാവുന്നു, ആനന്ദിക്കുന്നു. അത് ഈ ശിഷ്യന്റെ മുഖത്ത് നിന്ന് കേൾക്കുമ്പോ എന്തായി? വീണ്ടും 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 കഥകൾ പറയാൻ വേണ്ടിട്ട് ആ ശ്രീശുബ്രഹ്മർഷിക്ക് അവിടെ തോന്നുന്നു. പരീക്ഷിത്ത് ശ്രീശുകനോട് പിന്നീട് ചോദിച്ചു, ഇങ്ങനെ ഈ ഒരു കണ്ണൻ കൗമാരദശയിൽ ചെയ്തത് പൗഗണ്ഡദശയിൽ എന്ന് ഗോപകുമാരന്മാരൊക്കെ പറഞ്ഞു, അല്ലേ? അവിടെ ചെന്ന് തന്റെ വീടുകളിലൊക്കെ 1 വർഷം മുമ്പ് 5 വയസ്സായിട്ടുള്ള സമയത്ത് പോയതാണ് ഇവിടെ. തിരിച്ച് വീട്ടിൽ എത്തുന്നത് എപ്പോഴാണ്? തിരിച്ച് വീട്ടിലെത്തുന്നത് 6 വയസ്സിലാണ് ചെന്നെത്തുന്നത്. അപ്പൊ കൗമാരത്തിൽ ചെയ്ത ലീല പൗഗണ്ഡത്തിൽ വന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ മാറ്റത്തിന് എന്താണ് കാരണം എന്ന് ഗോപന്മാര് പറഞ്ഞതിനെ കുറിച്ച് ഈ പരീക്ഷിത്ത് ശ്രീശുബ്രഹ്മർഷിയോട് ചോദിച്ചു, എന്താണ് അതിന് കാരണം? അത് കേൾക്കാൻ ഒരു കൗതുകം തോന്നുന്നു. കാരണം 1 വർഷം നീണ്ടതായിട്ടുള്ള ഒരു ലീല. ഈ അഘാസുരനെ നിഗ്രഹിച്ചത് 1 വർഷമാണ്. 1 വർഷം അവരവിടെ ആ വൃന്ദാവനത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. ആ അഘാസുരന്റെ അല്ലെ ഗുഹകളിൽ താമസിച്ചുകൊണ്ട്, അഘാസുരന്റെ വായ ഗുഹകളാക്കിക്കൊണ്ട് അവരവിടെ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അത് കേൾക്കാൻ വേണ്ട അടിയന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ ശ്രീഹരിയുടെ മായ തന്നെ ആകാം. അതുകൊണ്ട് അത് മറക്കാതെ, ഹേ ഗുരുനാഥ, അടിയങ്ങൾക്ക് നാമമാത്രം ക്ഷത്രിയരാണെങ്കിൽ പോലും അത് ലോകത്തിലെ ഏറ്റവും ധന്യരായിട്ടുള്ള ആ കണ്ണന്റെ ലീല അവിടുന്ന് വിസ്തരിച്ച് അവിടുന്ന് പറഞ്ഞു തരണം. എന്താണ് ഇതിന് കാരണം എന്നുള്ളത് അവിടുന്ന് പറഞ്ഞു തരണം. അങ്ങയുടെ ആ മുഖത്ത് നിന്ന് ഇത്തം സ്മൃഷ്ടസ്തുപാദരായണി തൽസ്മാരിതാനന്ദ ഹൃദാഖിലേന്ദ്രിയ ബഹിർദൃശിഷ്യനൈഹി പ്രത്യാഹതം ഭാഗവതോത്തമോത്തമ. പരീക്ഷത്തിനാൽ ചോദിക്കപ്പെട്ടതായിട്ടുള്ള ആ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു അത്ഭുതത്തിന് കാരണം എന്താണെന്നുള്ള ഒരു ചോദ്യം, അത് അറിയുവാനുള്ള ഒരു ഔത്സുക്യം കാണിച്ചതായിട്ടുള്ള ആ പരീക്ഷത്തിനെ കണ്ടുകൊണ്ട് ശ്രീശുബ്രഹ്മർഷി ആ ഭഗവാനെ തന്നെ അങ്ങോട്ട് സ്മരിച്ചുകൊണ്ട് ആകൃഷ്ടനായിട്ടുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങളോട് കൂടിയവനായിട്ടുള്ള തൻ്റെ ആഖ്യാനം വീണ്ടും തുടരുവാൻ തന്നെ അവിടുന്ന് തയ്യാറായി. അതിന്റെ ഫലമായിക്കൊണ്ട് അവിടുന്ന് ബാഹ്യജ്ഞാനം വീണ്ടെടുത്തുകൊണ്ട് ആ പരീക്ഷത്തിനെ നോക്കി പറയാൻ ആരംഭിച്ചു. പ്രത്യാഹതം ഭാഗവതോത്തമോത്തമ. ഇങ്ങനെയുള്ള ആ അഘാസുരന്റെ മോക്ഷം, അത് 1 വർഷം നീണ്ടു നിന്നായിട്ടുള്ള കഥ. എന്താണ് ഇതിന് കാരണം? ഗോപന്മാരൊക്കെ എന്തുകൊണ്ടാണ് അവിടെ ചെന്ന്, അല്ലേ, കഴിഞ്ഞ കൗമാരത്തിൽ നടന്ന കഥകളൊക്കെ പൗഗണ്ഡ വയസ്സിൽ ചെന്ന് പറഞ്ഞതിന്റെ അത്ഭുത ലീല എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പറയുവാൻ വേണ്ടിയാണ് പിന്നീടുള്ള ഭാഗങ്ങളൊക്കെ ആ 13ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് വനഭോജനം, അതുപോലെ തന്നെ പത്സസ്തേയം, ബ്രഹ്മമോഹനം തുടങ്ങിയിട്ടുള്ള ലീലകളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് നമുക്ക് ഈ ഒരു അധ്യായം പാരായണം ചെയ്ത് രാമായണത്തിലേക്ക് പ്രവേശിക്കാം, നാരായണീയത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.